Good morning, students. നമുക്ക് ഈ ഒരു സെഷനിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലെ ഒന്ന് രണ്ട് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തതാണ്. കമ്പ്യൂട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഫോർ ലെറ്റ് ഔട്ട് ഓർ സെൽഫ് എംപ്ലോയിഡ് പ്രോപ്പർട്ടി ഓഫ് മിസ്റ്റർ രാകേഷ് ഫോർ ദ അസസ്മെന്റ് ഇയർ 2020-21. നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. ആ ഇൻഫർമേഷൻസിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് സെൽഫ് ഓക്യുപ്പൈഡ് ആണെങ്കിൽ അതിന്റെ ഇൻകം എത്രയാണ്, ലെറ്റ് ഔട്ട് ആയിരുന്നുവെങ്കിൽ അതിന്റെ ഇൻകം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. രണ്ട് കേസിലും കാണണം, സെൽഫ് ഓക്യുപ്പൈഡിന്റെ കേസിലും കാണണം, അതുപോലെ തന്നെ ലെറ്റ് ഔട്ട് ആണെങ്കിലും കാണണം. നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് തന്നിട്ടുള്ളത് നോക്കാം. റെന്റ് റിസീവ്ഡ് അറ്റ് 50,000 per month. Then municipal taxes paid 10,000. The interest on borrowed capital 10 lakh. ഇത്രയും ഇൻഫർമേഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, നമ്മൾ രണ്ട് കേസിലും കാണാൻ വേണ്ടത്, അതായത് സെൽഫ് ഓക്യുപ്പൈഡ് ആണെങ്കിലും അതുപോലെ തന്നെ ലെറ്റ് ഔട്ട് ആണെങ്കിലും രണ്ട് കേസിലുള്ളത് കാണാൻ വേണ്ടിട്ടുണ്ട്. അപ്പൊ എഴുതുക കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ, രണ്ട് കേസാണുള്ളത് അല്ലെ, രണ്ട് എമൗണ്ട് കോളം. ഫസ്റ്റ് നമുക്ക് ലെറ്റ് ഔട്ട് കൊടുക്കാം, ലെറ്റ് ഔട്ട്. സെക്കൻഡ് സെൽഫ് ഓക്യുപ്പൈഡ്. ഓക്കെ, അത് നമ്മൾ എന്താ എഴുതുക? ഗ്രോസ് ആനുവൽ വാല്യൂ. ഇവിടെ റെന്റ് റിസീവ്ഡ് 50,000 per month എന്നാ പറഞ്ഞത്. വേറെ ഇൻഫർമേഷൻസ് ഒന്നും തന്നിട്ടില്ല. അപ്പൊ ആക്ച്വൽ റെന്റ് ആയിരിക്കും അതിൽ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് വരാം. അപ്പൊ 50,000 into 12 6 lakh. സെൽഫ് ഓക്യുപ്പൈഡില് ആനുവൽ വാല്യൂ ഉണ്ടാവോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് സെൽഫ് ഓക്യുപ്പൈഡിന്റെ ഗ്രോസ് ആനുവൽ വാല്യൂ നിൽ. ഓക്കെ, അടുത്തത് ലെസ് മുനിസിപ്പൽ ടാക്സസ് പെയ്ഡ്. എത്ര മുനിസിപ്പൽ ടാക്സ് എത്ര പേ ചെയ്യുന്നത്? 10,000. സെൽഫ് ഓക്യുപ്പൈഡില് നിൽ. ഓക്കെ, നമ്മളെ തിയറി പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, ലെസ് ചെയ്യുക 5,90,000. ഇവിടെ നിൽ. അതെന്താണ്? ആനുവൽ വാല്യൂ അല്ലെങ്കിൽ നെറ്റ് ആനുവൽ വാല്യൂ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ. നമ്മൾ പറഞ്ഞു റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റിനോവേഷന് വേണ്ടിയിട്ടോ എന്തെങ്കിലും ബോറോഡ് ക്യാപിറ്റൽ ഒക്കെ എടുത്തിട്ടുണ്ട് എങ്കിൽ, ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണ് എങ്കിൽ നമുക്ക് എന്താണ്, ഒരു മാക്സിമം ലിമിറ്റും പറയുന്നില്ല. എത്രയാണ് തന്നിട്ടുള്ളത് നമുക്ക് ലെസ് ചെയ്യാം. സെൽഫ് ഓക്യുപ്പൈഡ് ആണെങ്കിലോ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 2 lakh ആണ്. ഓക്കെ, അപ്പൊ ലെസ് ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ. അല്ല, അതിനു മുമ്പ് അതിന് നമുക്ക് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ കുറയ്ക്കാനുണ്ട്. ആനുവൽ വാല്യൂയിൽ നിന്ന് ആദ്യം സ്റ്റാൻഡേർഡ് റിഡക്ഷൻസ് കുറയ്ക്കണം. ലെസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30%. ആനുവൽ വാല്യൂവിന്റെ 30%. അപ്പൊ 5,90,000 30%. 5,90,000 into 30/100. 5,90,000 into 30/100. 1,77,000. ഇവിടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നിൽ. ഓക്കെ, നമുക്കറിയാം എന്താണ് ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലാണ്. ആനുവൽ വാല്യൂ നില്ലാണ് എങ്കിൽ അവിടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, സെൽഫ് ഓക്യുപ്പൈഡ് കേസിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നിൽ. ഞാൻ അടുത്ത് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ. ലെറ്റ് ഔട്ടില് 10 lakh. സെൽഫ് ഓക്യുപ്പൈഡ് 10 lakh കൊടുക്കാൻ പറ്റുമോ? ക്വസ്റ്റ്യനിൽ പറയുന്നത് 10 lakh ആണ് ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ എന്ന്. ബോറോഡ് ക്യാപിറ്റലിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണ് എങ്കിൽ അവിടെ മാക്സിമം ലിമിറ്റ് ഒന്നുമില്ല. എത്രയാണ് തന്നത് നമുക്ക് എന്ത് ചെയ്യാം? ലെസ് ചെയ്യാം. സെൽഫ് ഓക്യുപ്പൈഡിന്റെ കേസിലാണ് എങ്കിൽ മാക്സിമം ലിമിറ്റ് 2 lakh ആണ്.
ഇവിടെ വേറൊരു കേസ് പറയുന്നുണ്ട് എന്താണ് 31 മാർച്ച് 1999 മുൻപാണ് ലോൺ എടുത്തത് എങ്കിൽ മാക്സിമം ലിമിറ്റ് 30,000 30,000. ഇവിടെ ഡേറ്റ് ഒന്നും പറയുന്നില്ല. അപ്പൊ മാക്സിമം ലിമിറ്റ് എത്രയാണ് 2 lakh. 10 lakh കൊടുക്കാൻ കഴിയോ? ഇല്ല. അവിടെ മാക്സിമം ലിമിറ്റ് എത്രയാണ് 2 lakh ആണ്. അപ്പൊ 2 lakh കൊടുക്കുക. അപ്പൊ ലെസ് ചെയ്യുക 5,90,000 മൈനസ് 1,77,000 then 10 lakh മൈനസ് ചെയ്യുമ്പോ കിട്ടുന്നത് 5,87,000. മൈനസ് സൈൻ ആയിരിക്കും വരിക. മൈനസ് സൈൻ വരുന്നത് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി മൈനസ് സൈൻ ആണ്. ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇവിടെ എത്രയാണ് മൈനസ് 2 lakh വരും. അതെന്താണ് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. മൈനസ് സൈൻ ആയതുകൊണ്ട് അവിടെ ഇൻകം ഇല്ല. എന്താണ് ലോസ് ആണ് വന്നിട്ടുള്ളത്. ക്ലിയർ? ഓക്കെ. ദെൻ നമുക്ക് ഒരു പ്രോബ്ലം കൂടെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. A residential house property is owned by Sri Dayal, construction of which is completed on 1st March 2015. Construction completed 1st March 2015 ലാണ്. The particulars of house are given below. Municipal rental value 40,000. The building has been let out on monthly rent of 6,000 inclusive of 500 rent of furniture. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണ് മന്ത്ലി റെന്റ് 6,000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പക്ഷേ അതിലെന്താണ് ഫർണിച്ചറിന്റെ റെന്റ് ആയിട്ടുള്ള 500 ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ പറഞ്ഞാൽ ഹൗസ് പ്രോപ്പർട്ടിന്റെ റെന്റ് എന്ന് പറയുന്നത് 6,000 മൈനസ് 500 ദാറ്റ്സ് ഈക്വൽ ടു 5,500 ആണ് എന്ത് വരിക ഹൗസ് പ്രോപ്പർട്ടിന്റെ റെന്റ് ആയിട്ട് വരിക. അവിടെ കോമ്പോസിറ്റ് റെന്റ് ആണ് എന്ത് ആ 6,000 എന്ന് പറയുന്നത്. ആ 6,000 500 എന്താണ് ഫർണിച്ചറിന്റെ ഉണ്ട്. അപ്പൊ 6,000 500 ലെസ് ചെയ്യുക. 5,500 ആയിരിക്കും എന്ത് rent of house property ആയിട്ട് വരിക. Then municipal taxes paid for 2019-20 4,180. Then ground rent due to but not paid 200. Ground rent നമുക്ക് ആവശ്യമുണ്ടോ? നമുക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമുക്ക് അതൊന്നും എടുക്കേണ്ട കാര്യമില്ല. Then collection charges actually paid 1,500 നമുക്ക് ആവശ്യമില്ല. Then amount spent on repairs of the house 2,500 നമുക്ക് ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ചെയ്യാൻ വേണ്ടി തരുന്നതാണ്. അതൊന്നും നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് നമ്മളൊന്നും പഠിച്ചിട്ടില്ല. അതൊന്നും നമുക്ക് കമ്പ്യൂട്ടേഷനിൽ ആവശ്യമില്ല. Then insurance charges paid 150 നമുക്ക് ആവശ്യമില്ല. Okay. Then interest accrued up to 31st March 2015 on money borrowed for construction 6,000. എന്താണ് up to 31st March 2015 അതായത് ഹൗസ് പ്രോപ്പർട്ടിന്റെ കൺസ്ട്രക്ഷൻ കഴിയുന്നത് വരെയുള്ള ഇൻട്രസ്റ്റ് ആണ് എന്ത് 6,000 എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ അത് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റ് ആണ് അല്ലെ. ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുൻപുള്ള ഇൻട്രസ്റ്റ് ആണ്. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിൽ ഇൻട്രസ്റ്റ് ആണ് എങ്കിൽ നമ്മൾ 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഡിഡക്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ 6,000 എന്താണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റ് ആണ്. അത് നമ്മൾ 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റിലാണ് നമ്മൾ അപ്പോർഷൻ ചെയ്യുക. ഇതിനടുത്ത് പറയുന്നത് ഇൻട്രസ്റ്റ് ഫോർ ഫിനാൻഷ്യൽ ഇയർ 2019-20 ഒരു കറന്റ് ഇയർ ഒരു ഇൻട്രസ്റ്റ് പറയുന്നുണ്ട് 1,500. അത് നമ്മൾ നോർമലി ഫുൾ ആയിട്ട് എടുക്കാം. Then interest paid during the year on the mortgage loan of rupees 1,50,000 taken for daughter's marriage rupees 80,000 against house property. മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരു 1,50,000 എടുത്തിട്ടുണ്ട്. അതെന്താണ് ഹൗസ് പ്രോപ്പർട്ടിക്ക് പ്ലഡ് ചെയ്തിട്ടാണ്. പക്ഷെ നമുക്ക് എന്താണ് അത് ഹൗസിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടോ റിനോവേഷന് വേണ്ടിയിട്ടോ ഒന്നും എടുത്തിട്ടുള്ളതല്ല. അപ്പൊ നമുക്ക് എന്താണ് ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിലേക്ക് അത് എടുക്കേണ്ട ആവശ്യമില്ല. Then the house was let out from 1st May 2018 and remained vacant from 1st February 2019 to 31st May 2019. There was it again let out for a loss due to vacancy വരുന്നുണ്ട്. ഓക്കെ. അവിടെ 1st February മുതൽ 31st May വരെ വേക്കന്റ് ആയിരുന്നു. അപ്പോ ഓക്കെ 1st February 2019 to 31st May remained vacant from 1st May 2019 to 31st May 2019. Thereafter it was again let out. Okay. Clear? അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത് 2 മാസം let out ആണ്. അതായത് ഏപ്രിൽ
മെയ് മാസങ്ങളിൽ അവിടെ എന്താണ് ലോസ് ഡ്യൂ ടു വേക്കൻസി വന്നിട്ടുണ്ട്, വേക്കന്റ് ആണ്. ഓക്കെ, പിന്നെ എന്താണ് ജൂൺ മുതലായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, അത് ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ 2 months ലോസ് ഡ്യൂ ടു വേക്കൻസി ഉണ്ട്. ഏതൊക്കെ മാസമാണ്? ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത് April 1, 2019 മുതൽ മാർച്ച് 2020 വരെയാണ്. അപ്പൊ ഏപ്രിൽ മാസം വേക്കന്റ് ആണ്, അതുപോലെ തന്നെ മെയ് മാസവും വേക്കന്റ് ആണ്. ഓക്കെ, അപ്പൊ 2 മാസം അവിടെ എന്ത് വന്നിട്ടുണ്ട്, ലോസ് ഡ്യൂ ടു വേക്കൻസി വന്നിട്ടുണ്ട്. അത്രയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. കമ്പ്യൂട്ട് ദ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഫോർ ദ അസസ്മെന്റ് ഇയർ 2020-21. ഓക്കെ, കമ്പ്യൂട്ട് ചെയ്യാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ, അതെന്ത് ചെയ്യാം, ആക്ച്വൽ റെന്റ്. എത്രയാണ്? 5,500 into 12. ക്വസ്റ്റ്യനില് 6,000 ആണ് തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 6,000 ആണ്. ആ 6,000ൽ എന്താണ്, ഫർണിച്ചറിന്റെ റെന്റ് 500 ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ 6,000 മൈനസ് 500, 5,500 ആണ് എന്ത്, ഹൗസ് പ്രോപ്പർട്ടിന്റെ റെന്റ് എന്ന് പറയുന്നത്. 5,500 കിട്ടിയത് അങ്ങനെയാണ്. ഓക്കെ, 6,500 കുറച്ചാണ്. 5,500 into 12, that's equal to 66,000 less loss due to vacancy. ഏതൊക്കെ മാസങ്ങളിലെ വേക്കന്റ് കിടക്കുന്നത്? ഏപ്രിൽ മാസം വേക്കന്റ് ആണ്, അതുപോലെ തന്നെ മെയ് മാസവും വേക്കന്റ് ആണ്. ഓക്കെ, അപ്പൊ ഏപ്രിലും മെയ്യും 2 months ആണ് വേക്കന്റ് കിടക്കുന്നത്. 5,500 into 2, that's equal to 11,000. 11,000 ലെസ് ചെയ്യാ, ഔട്ടറിലേക്ക് എടുത്ത് എഴുതാം. 55,000. അതാണ് അതിന്റെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. ഗ്രോസ് ആനുവൽ വാല്യൂ 55,000. കാരണം ലോസ് ഡ്യൂ ടു വേക്കൻസി വരുന്ന പ്രോബ്ലത്തില് ആക്ച്വൽ റെന്റ് എത്രയാണോ അതാണ് അതിന്റെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. ഗ്രോസ് ആനുവൽ വാല്യൂ 55,000. ദെൻ ക്വസ്റ്റ്യൻ നോക്കുക, മുനിസിപ്പൽ ടാക്സ് പേ ചെയ്യുന്നുണ്ടോ നോക്കുക. പേ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ലെസ് മുനിസിപ്പൽ ടാക്സസ് പെയ്ഡ്, എത്രയാണ് മുനിസിപ്പൽ ടാക്സ് പേ ചെയ്യുന്നത്? 4,180. ലെസ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. ഓക്കെ, ലെസ് ചെയ്യുമ്പോൾ വരും 50,820. നെറ്റ് ആനുവൽ വാല്യൂ അല്ലെങ്കിൽ ആനുവൽ വാല്യൂ എന്തുവരെ പറയാം, നെറ്റ് ആനുവൽ വാല്യൂ 50,820. ദെൻ നമുക്ക് ഡിഡക്ഷൻസിലേക്ക് പോവാം. ലെസ് ഡിഡക്ഷൻസ്. ഓക്കെ, ഫസ്റ്റ് വൺ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ്. എത്രയാ? 30%. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. അതായത് 50,820 into 30/100. ഓക്കെ, എത്ര വരും? 15,246. 15,246. Then interest on pre-construction period. Interest on pre-construction period. പ്രീകൺസ്ട്രക്ഷൻ പീരിയഡിലെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 6,000 ആണ്. പ്രീകൺസ്ട്രക്ഷൻ നമുക്ക് മനസ്സിലായത് എങ്ങനെയാണ്? അതിൽ പറയുന്നുണ്ട് ഇൻട്രസ്റ്റ് അക്രൂഡ് അപ് ടു 31st March 2019. അങ്ങനെ പറഞ്ഞാൽ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുൻപുള്ള ഇൻട്രസ്റ്റ് ആണ്. അത് നമ്മൾ കണ്ടീഷനിൽ പറയുന്നുണ്ട് 1/5 ആണ് എന്ത് വരിക, ടാക്സബിൾ ആയിട്ട് വരിക. അല്ലെങ്കിൽ 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് വരിക. 6,000 into 1/5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട്. അപ്പോ ഈ വർഷം എത്രയാണ്? 6,000ന്റെ 1/5 ആണ് വരിക.
6000 into 1/5. 1/5 കണ്ടീഷൻ ആണ്. നമ്മൾ ഡിഡക്ഷൻസ് പഠിക്കുമ്പോൾ കണ്ടീഷൻസിൽ പറയുന്നുണ്ട് 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് ഫ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റ് നമ്മൾ ഡിഡക്ട് ചെയ്യാറ് പറയുന്നുണ്ട്. അപ്പൊ 6000 into 1/5 that's equal to 1200. Okay. Then അതുപോലെ തന്നെ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയറിൽ 2019-20ല് 2019-20ല് ഒരു ഇൻട്രസ്റ്റ് പറയുന്നുണ്ട്. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ, ഓൺ ബോറോഡ് ഇൻട്രസ്റ്റ് ഓൺ capital, borrowed capital, interest on borrowed capital. പ്രീവിയസ് ഇയറിൽ എത്രയാണ്? 1500. അപ്പൊ ഇത്രയും ഡിഡക്ഷൻസ് ലെസ് ചെയ്യുക. ഓക്കെ, ഇത്രയും ഐറ്റംസ് ലെസ് ചെയ്യുമ്പോൾ 50,820 മൈനസ് 15,246, 1,200 and 1,500. ഓക്കെ, 3 less ചെയ്യുമ്പോൾ 32,872. 32,874 ആണ്. 32,874. 32,874. അതിന് നേരെ എഴുതാം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. Income from house property. Okay. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. then ഇതിന്റെ കൂടെ ഒരു ഹോംവർക്ക് ഉണ്ടാവും, അത് വർക്ക്ഔട്ട് ചെയ്യാം. പ്രോബ്ലം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.